ഓക്കെ, നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലെ. നമ്മൾ ഇംഗ്ലീഷാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് തന്നെയാണ്. കണ്ണൂർ എറണാകുളം 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നമ്മൾ ഇഫ് ക്ലോസ് അതുപോലെ കുറച്ച് വൊക്കാബുലറി ഇതിനാണ് നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പഠിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമറിൽ വൊക്കാബുലറിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷിൽ ഗ്രാമറിനെ പോലെ തന്നെ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഹാഡ് ഇനഫ് മണി, സോറി ഇഫ് ഹി ഡാഷ് ഇനഫ് മണി എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഈ ചോദ്യം വെച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഒന്ന് ചെയ്തു നോക്കൂ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ ശരിയേതാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്തല്ലോ. യെസ്, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലെ, നമ്മുടെ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്താണ് വരിക. അതിന്റെ ആൻസർ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറയാം. പിന്നീട് നമുക്ക് ഇതിന്റെ ബേസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോ ആദ്യം ആൻസർ വരിക ഹാഡ് ആണ്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് ഇഫ് ക്ലോസ് എന്നാണ്. ഇഫ് ക്ലോസ് അറിയാവുന്നവർ ഈ വീഡിയോ ആണെങ്കിൽ അവർക്ക് ഒന്ന് ഓടിച്ചു പോയി കാണിക്കാം. ഞാൻ ഇഫ് ക്ലോസിനെ കുറിച്ചിട്ട് ഒന്ന് കാര്യമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വൊക്കാബുലറിയുടെ പാർട്ട് വരുന്നുണ്ട്. ഇഫ് ക്ലോസ് പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ബേസായി നമ്മൾ അറിയേണ്ടത് വെർബിന് 5 ഫോംസ് ഉണ്ട്. വെർബിന് എത്ര ഫോം ഉണ്ട്? 5 ഫോം. നമുക്കതിനെ V1 V2 മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. V3 ഒക്കെ നമുക്ക് പിന്നീട് പറയാം. എസ് ഫോം, അതുപോലെ തന്നെ ING ഫോം. വെർബിനാണ് ഫോം. ഇപ്പൊ ഗോപാൽ, പ്ലേസ്, ഡെയിലി എന്ന് പറയുമ്പോൾ ഇവിടെ ഗോപാൽ എന്നുള്ളത് നൗണാണ്, പ്ലേസ് എന്നുള്ളത് വെർബാണ്, ഡെയിലി എന്ന് പറയുന്നത് അഡ്വേർബാണ്. അപ്പൊ നമുക്ക് അഡ്വേർബ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലെ ഗോപാൽ നൗണാണെന്ന് മനസ്സിലായല്ലോ, പേരാണ്. പ്ലേസ് വെർബാണ്. എന്താണ് കാരണം? പ്ലേസ് വെർബാവാനുള്ള കാരണം ആക്ഷൻ വേർഡാണ്. ആക്ഷൻ വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്? വെർബ് എന്ന് പറയാറ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡാണ്. ഈ വെർബിന് ഇപ്പൊ പ്ലേ എന്നുള്ള വെർബ് തന്നെ നമുക്ക് എടുക്കാം. പ്ലേ എന്നുള്ള വെർബ് എടുത്താൽ അതിന് 5 ഫോം ഉണ്ട്. പ്ലേ, ഒരു ED ചേർത്താൽ സെക്കൻഡ് ഫോമായി പ്ലേഡ്. ഇത് വെർബിന് മാത്രമുള്ള ഈ 5 ഫോം. തേർഡ് ഫോമും പ്ലേഡ് ആണ്. എസ് ഫോം ചേർക്കാൻ ഈ ഫസ്റ്റ് ഫോം ഉണ്ടല്ലോ, അതിന് ബേസ് ഫോം എന്നും പറയും. ഈ ഫസ്റ്റ് ഫോമിനോട് എസ് ചേർത്ത് കൊടുത്താൽ മതി, പ്ലേസ്. ഇനി ING ഫോം ഉണ്ടാക്കാൻ ഈ ഫസ്റ്റ് ഫോം ബേസ് ഫോമിനോട് ING ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ പ്ലേ. എല്ലാ വെർബും ഇങ്ങനെ ED ചേർത്താൽ അധിക വെർബും കിട്ടും. ഇതിനെ റെഗുലർ വെർബ്സ് എന്നാണ് പറയാ. എന്നാ അപ്പൊ അങ്ങനെ അല്ലാതെ ED ചേർക്കാതെയും നമുക്ക് വെർബുകളുണ്ട്. ED ചേർത്ത് തന്നെ കിട്ടിക്കോളണമെന്നില്ല എല്ലാ വെർബുകളെയും. ഇപ്പൊ റൈറ്റ് എടുത്താൽ നിങ്ങൾക്കറിയാം, റൈറ്റ് വന്നു, അത് ഫസ്റ്റ് ഫോം ആണ്. സെക്കൻഡ് ഫോം റോട്ട് ആണ്. കണ്ടോ, ED ചേർത്തിട്ടല്ല വന്നത്, റൈറ്റഡ് എന്നല്ല, റോട്ട് എന്നാണ്. തേർഡ് ഫോം റിട്ടൺ എന്നാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ റെഗുലർ ഇറഗുലർ ഫോംസ് ഒന്നും ഞാൻ ഇടണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോട്ടായിട്ട് ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് എസ് ഫോം ആണ്. അത് റൈറ്റ്സ്, അത് ബേസ് ഫോമിനോട് എസ് ചേർത്തു. അതുപോലെ തന്നെ റൈറ്റിംഗ് എന്ത് ചേർത്തു? ING ഫോം ചേർത്തു. എന്നപ്പോ ചില വെർബുകൾക്ക് ഇപ്പൊ പുട്ട് എന്നുള്ള വെർബ് എടുക്കുക, അതിന് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും പുട്ട് തന്നെയാണ്. പക്ഷെ എസ് ഫോം ബേസ് ഫോമിനോട് എസ് ചേർത്തു, പുട്സ്. തേർഡ് ഫോം സോറി ING ഫോം പുട്ടി. ഓക്കെ, അപ്പോ നമുക്കത് മനസ്സിലായി. വെർബിന് 5 ഫോം ഉണ്ട്. ഇപ്പൊ ബി എന്നുള്ള ഫോമിന് ഒരുപാട് ഫോം ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോ സന്ദർഭങ്ങളിലുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വെർബിന് 5 ഫോം ഉണ്ട്. ഇനി നമുക്ക് ഇഫ് ക്ലോസിലേക്ക് വരാം. എന്താണ് ഇഫ് ക്ലോസ്? നേരത്തെ ഉദാഹരണം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ നേരത്തെ ഉദാഹരണത്തിൽ 2 പാർട്ടുകൾ ഉള്ളതായി കാണാം. അവിടെ 2 പാർട്ടുകളുണ്ട്. ഏതെല്ലാമാണ് ആ പാർട്ടുകൾ നമുക്ക് നോക്കാം. ഒന്ന് ഈഫ് വരുന്ന ഒരു ഭാഗം കണ്ടുപിടി. ഈഫ് വരുന്ന ഭാഗമാണിത്. അതിനെയാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്
ഇഫ് വരാത്ത ഭാഗം അതിന് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയും. രണ്ട് ഭാഗമുണ്ട്, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് ക്ലോസിലെ വെർബിനെയും മെയിൻ ക്ലോസിലെ വെർബിനെയും ശ്രദ്ധിച്ചു പഠിച്ചാൽ ഒരു 5 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ഇതിലെ മാർക്ക് 90% പോരും. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിലാവാം. അപ്പൊ നമുക്കിതിന്റെ ഏറ്റവും പ്രധാനമായ ചോദ്യങ്ങൾ വരുന്ന, ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ്. പല പരീക്ഷകൾക്കും വരും. നിങ്ങളൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ എന്തായാലും ഇതൊന്നും പ്രതീക്ഷിക്കാം. അതും വളരെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്നുണ്ട്. അപ്പൊ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും എന്താണെന്ന് മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. ഇനി നമുക്ക് എന്താണ് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും വെർബിന്റെ ഫോം മാത്രം വെച്ചും കൊണ്ട് ഇതിനെ ആൻസർ നമുക്ക് കണ്ടെത്താം. ഇഫ് ക്ലോസിൽ പ്രധാനമായും 4 ടൈപ്പ് ഉണ്ട്. അതിൽ പരീക്ഷയ്ക്ക് വരാറ് 3 ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 0 ടൈപ്പ് കണ്ടീഷൻ ഉണ്ട്. അത് പരീക്ഷയ്ക്ക് വരാറില്ല, എന്നാലും നമുക്ക് ഓൺ ദ വേ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറയും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഈ മേഖലയിൽ നോക്കാം. ഇഫ് ക്ലോസില് വെർബിന്റെ ഫോം V1 ആണെങ്കിൽ, അല്ലെങ്കിൽ എസ് ഫോമും ഉണ്ട് കേട്ടോ, V1 മാത്രമല്ല എസ് ഫോമും ആണെങ്കിൽ, മെയിൻ ക്ലോസിൽ വെർബിന്റെ ഫോം വിൽ പ്ലസ് V1 ആയിരിക്കും. ഇഫ് ക്ലോസിൽ V1 അല്ലെങ്കിൽ എസ് ഫോം ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വിൽ പ്ലസ് V1 ആയിരിക്കും. ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫോം V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആയിരിക്കും. ഇഫ് ക്ലോസിൽ വെർബിന്റെ ഫോം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 4 എക്സാം എഴുതിയാൽ അതിലൊന്നിൽ എന്ന് പറഞ്ഞാൽ 25% ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യതയെ, ഒരു മാർക്കാണ് വളരെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇത്രയേ ഓർമ്മിക്കേണ്ടുള്ളൂ, ഇത്ര മാത്രം. എന്താ ഓർമ്മിക്കേണ്ടത്? ഇഫ് ക്ലോസിൽ 3 ടൈപ്പുകൾ ഉണ്ട്. അതിൽ 1ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് V1 എസ് ഫോമോ വരുന്നത്, 2ാമത്തെ ടൈപ്പ് വരുന്നത് V2, 3ാമത്തെ ടൈപ്പ് വരുന്നത് V3. V3യുടെ ഒപ്പം എന്തും കൂടി ഉണ്ട്? ഒരു ഹാഡും കൂടി ഉണ്ട്. അങ്ങനെ ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? വിൽ പ്ലസ് V1. ഇഫ് ക്ലോസിൽ V2 വന്നാൽ ഈ വില്ല് എന്നുള്ളത് വുഡ് ആയിട്ട് മാറും, V1 അതന്നെ കിടക്കും. ഈ വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ് എന്നൊക്കെ പറയുന്നത് മോഡൽ ഓക്സിലറീസ് ആണ്. മോഡൽ ഓക്സിലറീസ് അറിയാത്തവര് ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. വില്ലും വുഡും മേയും മൈറ്റും ഷാളും ഷുഡും ഒക്കെ മോഡൽ ഓക്സിലറീസ് ആണ്. മോഡൽ ഓക്സിലറീസിൽ ആക്റ്റീവ് വോയിസിൽ V1 ഫോം മാത്രമേ വരുള്ളൂ. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമുക്കത് വരുമ്പോ പറയാം. ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും വരുമ്പോ പറയും. സാധാരണ സെന്റൻസുകളിൽ അധികവും ആക്റ്റീവ് വോയിസിലായിരിക്കും. അപ്പൊ ഇവിടെ ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1, ഈസി. ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇനി നമുക്ക് ചോദ്യത്തിലെ ഒരു 3 എക്സാമ്പിൾ നോക്കാം, 3ഉം വെച്ചിട്ട്. ഇഫ് ദ ഗെയിം ഈസ് ഗുഡ്, ഇവിടുത്തെ വെർബ് നമുക്കറിയാം ഈസ് ആണ്. ഈസ് ഓക്സിലറി ആയിട്ട് മെയിൻ വെർബും ആയിട്ട് വരും. അപ്പൊ ഇവിടെ V1 ആണ് ഫോം വന്നിട്ടുള്ളത്, പ്രസന്റ് ആണ്. അങ്ങനെ വരുമ്പോ മെയിൻ ക്ലോസിൽ എന്താ വരിക? വിൽ പ്ലസ് V1. അപ്പൊ വിൽ V1 ഫോം ആണ് പ്ലേ, വിൽ പ്ലേ. കണ്ടോ, ഇത് V1 ഫോം ആണ്, വിൽ പ്ലസ് V1. എന്നാൽ ഇവിടുത്തെ ഈസ് വാസായി മാറി വെച്ചോളൂ, ഇപ്പൊ പാസ്റ്റ് ആയി, സെക്കൻഡ് ഫോം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരിക? വില്ല് എന്നുള്ളത് മാറ്റി വുഡ് തന്നെയാണ്. വെർബിന്റെ ഫോം അപ്പോഴും V1 തന്നെയാണ് വരിക. കാരണം വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ് തുടങ്ങിയതിനൊപ്പം V1 ഫോം ആണ് വരിക. ഇനി ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3, ബി എന്നുള്ള വെർബിന്റെ ഫോമാണ് ഇതൊക്കെ. ഇതൊക്കെ ഏത് വെർബിന്റെ ഫോമാണ്? ബി എന്ന് പറയുന്ന ഒരു വെർബിന്റെ ഫോമാണ്. ഏതൊക്കെ? ഈസ്, ആം, ആറ്, വാസ്, വേറ്. ഈ ബിക്ക് ഒരുപാട് ഫോം ഉണ്ട്. ഈ 5 ഫോം, നേരത്തെ പറഞ്ഞ 5 ഫോം കൂടാതെ ഫോം ഉണ്ട്. ബീയിങ്, ബീൻ, ഇതൊക്കെ ബി എന്നുള്ള വെർബിന്റെ ഫോമാണ്. ബി എന്നുള്ള വെർബിന്റെ എസ് ഫോം ആണ് ഈസ്. ഓക്കെ, അതിന്റെ സെക്കൻഡ് ഫോം ആണ് വാസും വേറും. തേർഡ് ഫോം ആണ് ബീൻ, ING ഫോം ആണ് ബീയിങ്. അപ്പൊ ഇവിടെ സെക്കൻഡ് ഫോം ആണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഫോം വന്നാൽ ഇവിടെ എന്താ വേണ്ടത്? സെക്കൻഡ് ഫോം വന്നാൽ വുഡ് പ്ലസ് V1. അപ്പൊ വുഡ് പ്ലേ, കണ്ടോ, വുഡ് പ്ലേ. ഇനി ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇത് V3 ആണ്. പ്ലേ, പ്ലേഡ് സെക്കൻഡ് ഫോം, പ്ലേഡ് തന്നെ തേർഡ് ഫോം.
സിമ്പിൾ. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അതായത് ഇഫ് ക്ലോസിൽ V1 വരുന്നു, അല്ലെങ്കിൽ എസ് ഫോം വരുന്നു, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരുന്നു. ഇഫ് ക്ലോസിൽ V2 വരുന്നു, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരുന്നു. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുന്നു, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. ഈ ടേബിൾ ഒന്ന് മനസ്സിലുറപ്പിച്ചോളൂല്ലോ. V1, V2 പിന്നെ V3 ഒപ്പം ഹാഡ്. ഇവിടെ മെയിൻ ക്ലോസിലോ വില്ലും വുഡും തുടക്കത്തിൽ, അല്ലെങ്കിൽ ഷാളും ഷുഡും ആവാം, മേയും മൈറ്റും ആവാം. മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, ഇങ്ങനെ ഏതെങ്കിലും ഒന്നാവാം. അപ്പൊ അതിനോടൊപ്പം V1 തന്നെ. മൂന്നാമത് വരുമ്പോ ഹാഡ് പ്ലസ് V3 വരുമ്പോ ഇവിടെയും V3 തന്നെ, പക്ഷെ വുഡ് ഹാവ് വരും. ഇവിടെ വുഡ് ഹാവ് വരും. ഓക്കെ, നമുക്ക് ഇനി ചില ആദ്യത്തെ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോയോ. ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? ഓക്കെ, ആദ്യത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആദ്യം തന്നെ നമുക്ക് പോവാം. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. ഇവിടെ ഇഫ് ക്ലോസ് ഏതാ? ഇവിടെ ഇഫ് ക്ലോസ് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലെ, രണ്ടാമതാണ് വരുന്നത്. ചിലപ്പോൾ ഇഫ് ക്ലോസ് ആദ്യം തന്നെ വരാട്ടോ, അങ്ങനെയും വരാം. രണ്ടാമതാണ് വരുന്നത്. മെയിൻ ക്ലോസ് നമുക്കറിയാം ഈഫ് വരാത്ത ഭാഗം, അതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഇതുമാണ്. രണ്ടോടത്തി വെർബിനെ എടുക്കുക. ആദ്യത്തെ മെയിൻ ക്ലോസിലെ വെർബിനെ എടുക്കാം. മെയിൻ ക്ലോസിലെ വെർബ് എന്ന് പറഞ്ഞാൽ ഫെയിലാണ്. അപ്പൊ ഫെയിൽഡ്. മറ്റത് ഹീ നൗൺ ആണല്ലോ. അവിടെ തന്നെ ആ ഫോം കണ്ടോ നിങ്ങൾ? വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഫെയിൽഡ് V3 ഫോം ഉണ്ട്. ഫെയിൽ, ഫെയിൽഡ്, ഫെയിൽഡ്. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. വുഡ് ഹാവ് പ്ലസ് V3 വന്നാൽ ഇഫ് ക്ലോസിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാഡ് പ്ലസ് V3. അപ്പൊ ഇഫ് ക്ലോസിൽ വരേണ്ടത് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ അവിടെ ഹാഡ് ഇല്ല, അതുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ ഹാഡ് ഉണ്ട്, പക്ഷെ ആദ്യമാണ് ഹാഡ് വരേണ്ടത് അല്ലെ. ഇവിടെ വുഡ് ഹാവ് ഹാഡ് എന്നാണ് വരുന്നത്, അതും പറ്റില്ല. വാസ് ഹാവിങ് പറ്റില്ല, അതുകൊണ്ട് ഹാഡ് ഹാഡ് ആണ്. അതെന്താ വരാൻ കാരണം? ഹാസ് എന്നുള്ള വെർബിന് 3 ഫോം ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്. ദസ് ഫോം, ഇത് V1 ഫോം, ഇത് ഹാഡ് എന്ന് പറഞ്ഞാൽ V2 V3 ഒക്കെ ഹാഡ് തന്നെ. അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് ആ വെർബിന്റെ തന്നെ മെയിൻ വെർബായിട്ട് വരുമ്പോൾ ഹാഡ് ഹാഡ് എന്ന് വന്നു. അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ. അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. 2-3 കൂടി ചെയ്യുമ്പോഴേക്കും ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു. അത്രയേ ഉള്ളൂ, അത്ര മാത്രം, അത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു 2-3 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് ചെയ്യാം, അത് പിന്നീട് ചെയ്യാം. ഒരു 90% ചോദ്യങ്ങൾ ഈ പാറ്റേൺ എന്നാണ് വരാറ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതന്നെ ഇഫ് ക്ലോസ് തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. He would not have failed if he dash enough money. ആദ്യം ഇതിലെ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും കണ്ടെത്തലാണ്. സിമ്പിൾ ആണ്. ഇഫ് വരുന്ന ഭാഗമാണ് ഇഫ് ക്ലോസ്. അപ്പോ ഇതാണ് ഇഫ് ക്ലോസ്. ഇനി മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് ആദ്യം വരാം, രണ്ടാമത് വരാം, അതൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ഇവിടെ രണ്ടാമതാണ് വന്നിട്ടുള്ളത്. ഇനി മെയിൻ ക്ലോസ് എടുക്കാം. മെയിൻ ക്ലോസ് ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ആണ്. നേരത്തെ അതേ ചോദ്യമാണ്, ഞാൻ സോറി, നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ആൻസർ എത്രയാണ്? ഹാഡ് ഹാഡ് ആണ്. ഓക്കെ, അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോവാം. നമുക്ക് അടുത്ത ഉദാഹരണത്തിൽ നമുക്ക് ഒരു മിനിറ്റ്, ഇതാണ് അടുത്ത ഉദാഹരണം. ഇഫ് യു ത്രോ ദ നൈഫ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ളത് ഇഫ് ക്ലോസ് ആണ്, പൂരിപ്പിക്കേണ്ടത് മെയിൻ ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ വരുന്ന വെർബ് എന്താ? ഇഫ് ക്ലോസിൽ വരുന്ന വെർബ് ത്രോ എന്നാണ്. ഇപ്പൊ ത്രോയുടെ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ത്രോ ആണ്. ത്രോക്ക് ഒരു വെർബാണ്, അതിന് 3 ഫോം ഉള്ളത്. ഫസ്റ്റ് ഫോം ത്രോ തന്നെയാണ്. സെക്കൻഡ് ഫോം ത്രൂ ആണ്. തേർഡ് ഫോം ത്രോൺ ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫോം ത്രോ ആണ്. ഫസ്റ്റ് ഫോം ത്രോ വന്നു, അതായത് ഇഫ് ക്ലോസ് V1 വന്നു അല്ലെ. ഇത് V1 അല്ലെ, ത്രോ എന്ന് പറഞ്ഞാൽ V1 ആണ്, വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താ വേണ്ടത്? വിൽ പ്ലസ് V1. അപ്പൊ എവിടെയാ വില്ല് വരുന്നത് നോക്കുക. ഇവിടെ വില്ല് വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് ഇത് പോയി. ഇവിടെ വില്ല് വരുന്നില്ല, അതുകൊണ്ട് ഇത് പോയി. ഇവിടെയും വില്ല് വരുന്നില്ല, പോയി. ആൻസർ ആയി ഐ വിൽ ഗെറ്റ് ഡൗൺ. എത്ര സിമ്പിളായി, എത്ര സിമ്പിളായി നമുക്ക് അറിയാം. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 2 കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇത്ര ഈസി ആയിരുന്നു അല്ലെ. ഇങ്ങനെ PSC-യിൽ വളരെ പെട്ടെന്ന് മാർക്ക് വാങ്ങാനുള്ള മാർഗമുണ്ട്. ഇതൊന്നും പഠിക്കാതെ നമ്മൾ മറ്റോടത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഇതിലൊക്കെ പെട്ടെന്ന് മാർക്ക് വരും.
അടുത്തത് ഇഫ് യു ഹാഡ് ഗോൺ ദർ ഇൻ ടൈം. ഇഫ് യു ഹാഡ് ഗോൺ ദർ ഇൻ ടൈം, വീണ്ടും ഇഫ് ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. ഇഫ് ക്ലോസ് വരുമ്പോ നമുക്കറിയാം അവിടുത്തെ വെർബ് ഏതാണെന്ന് നോക്കണം, വെർബിന്റെ ഫോം ഏതാണെന്ന് നോക്കണം. ഇവിടെ നമുക്കറിയാം വെർബ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഗോൺ എന്നാണ്. അപ്പോ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ് വെർബിന്റെ ഫോം. നമുക്കറിയാം ഗോൺ എന്നുള്ള വെർബ്, ഗോ എന്നുള്ള വെർബിന്റെ ഗോ, വെന്റ്, ഗോൺ, ഇതാണ് ആ 3 ഫോം. അപ്പൊ മൂന്നാമത്തെ ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിൽ വന്നിട്ടുള്ളത്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ ആരാ വരേണ്ടത്? മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. എവിടെ വുഡ് ഹാവ് വരുന്നത് നോക്കുക. ഇവിടെ വുഡ് ഹാവ് വരുന്നുണ്ട്, ഓക്കെ. ഇവിടെ വുഡ് ഹാവ് വരുന്നില്ല, അതുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ വുഡ് ഹാവ് വരുന്നില്ല, ഇവിടെ പറ്റില്ല. ഇവിടെയും വുഡ് ഹാവ് വരുന്നില്ല, ഇവിടെ പറ്റില്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ. എത്ര സിമ്പിൾ. ഒരു 4 PSC പരീക്ഷ എടുത്താൽ നിങ്ങൾക്ക് ഒന്നിലെങ്കിലും ഇത് കാണാം, ഒന്നിലെങ്കിലും മിനിമം കാണാം, ചിലപ്പോൾ 4ലും കാണാം. അതായത് ഇത് ഒരു 10-15 മിനിറ്റേ പഠിച്ചു വെക്കാനുള്ളൂ. പിന്നെ ഓർമ്മയിൽ നിർത്തിയാൽ 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത 100 ചോദ്യത്തിൽ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25% മിനിമം ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. 4 ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 പരീക്ഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 വരാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ്, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആ ചോദ്യവും. അവിടെ വന്നിട്ടുള്ള യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. എന്ത് ക്ലോസാ? മെയിൻ ക്ലോസ് ആണോ ഇഫ് ക്ലോസ് ആണോ? ഇഫ് വരാത്തോണ്ട് മെയിൻ ക്ലോസ് ആണ്. അപ്പൊ അവിടെ വെർബ് എന്ന് പറയുന്നത് നമുക്കറിയാം വിൽ ഗെറ്റ് ആണ്. വിൽ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഗോട്ട് അല്ലെ. അപ്പൊ ഗെറ്റ് V1 ഫോം ആണ്. വിൽ പ്ലസ് V1 ആണ് വന്നിട്ടുള്ളത്. മെയിൻ ക്ലോസിൽ എന്താ വന്നിട്ടുള്ളത്? വിൽ പ്ലസ് V1. അപ്പോ ഇഫ് ക്ലോസിൽ എന്താ വരിക? V1. എവിടെയാണ് V1 വരുന്നത് നോക്കുക. വർക്ക് എന്നുള്ള വെർബ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് ആണ്. അപ്പൊ വർക്കാണ് ഫസ്റ്റ് ഫോം. ഇവിടെ വർക്ക്ഡ് വന്നുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ വർക്ക്ഡ് വന്നുകൊണ്ട് ഇവിടെ പറ്റില്ല. ഇവിടെയും വർക്ക്ഡ് വന്നതുകൊണ്ട് ഇതും പറ്റില്ല. പിന്നെ ഇവിടെ ഉള്ളൂ ഇഫ് യു വർക്ക് ഹാർഡ്. അതാണ് കറക്റ്റ് ആൻസർ. സോ ദ ആൻസർ ഈസ് ഡി. ഓക്കെ, എളുപ്പല്ലേ? സെറ്റ് അല്ലേ? ഒരു മാർക്കിലേക്കുള്ള പോക്കാണ് നമ്മൾ പോണത്. എത്ര പെട്ടെന്ന് നമുക്ക് സാധിച്ചു അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയായിട്ടുണ്ടാവും. നമുക്ക് ഇനി അടുത്തത് ഒരു വൊക്കാബുലറി പാർട്ടിലേക്ക് പോവാം. റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്. എന്താണ് ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വന്നത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് SSLC വരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഇത്തരത്തിലുള്ള എക്സ്പ്രഷനും പഠിക്കാം. ആദ്യം ഇതാണ് പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിയട്ടെ. അപ്പൊ എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. ബഗ് എന്ന് പറഞ്ഞാൽ വൈറസ്, അങ്ങനെ പല അർത്ഥമുണ്ട് കമ്പ്യൂട്ടറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അവിടേക്കൊന്നും പോകുന്നില്ല. എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ബിഗ് എന്ന് ഓർത്താൽ മതി. ബിഗ്, 2 ബിഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പേഴ്സൺ, വലിയ ആളാണെന്ന് പറയാറില്ലേ? ബിഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്, അതാണ് ബിഗ് ബഗ് എന്ന് പറയുന്ന ആ എക്സ്പ്രഷന്റെ അർത്ഥം. അടുത്തത് ദ ഓപ്പോസിറ്റ് ഓഫ് ഇന്നസെന്റ്. സിമ്പിൾ ആണ് അല്ലെ? എന്നാലും നമ്മൾ ഓർത്തു വെക്കണം. ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കനാണ്. പക്ഷെ അപ്പൊ എന്തായിരിക്കും ഓപ്പോസിറ്റ്? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റി. സിമ്പിൾ അല്ലേ? ഗിൽറ്റി ആണ് ഓപ്പോസിറ്റ്. അതാണ് ശരി. അപ്പോ അത് ക്ലിയർ ആയി. എന്താണ് ഇന്നസെന്റിന്റെ ഓപ്പോസിറ്റ്? എന്താണ്? ഗിൽറ്റി ആണ്. മറ്റൊന്നും അങ്ങനെ മാച്ച് ചെയ്ത് വരുന്നതല്ല. ഇപ്പൊ നോർമലി മറ്റുള്ളതിന്റെ ഓപ്പോസിറ്റ് നോക്കൂ. പുവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് റിച്ച് എന്നാണ്. റഫ്, പരുപരുത്ത അല്ലെ? സ്മൂത്തായ, മിനുസമാർന്ന. പ്രൗഡിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ് ഷൈ. ടിമിഡ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ആ സന്ദർഭത്ത് പഠിക്കാം. പ്രൗഡിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് എന്ത്? ഷൈ. അപ്പോ ഇന്നസെന്റിന്റെ ഓപ്പോസിറ്റ് ഗിൽറ്റി. പുവറിന്റെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത്? അത് റിച്ച് ആണ്. റഫിന്റെ ഓപ്പോസിറ്റ് സ്മൂത്ത്. പ്രൗഡിന്റെ ഓപ്പോസിറ്റ് ഷൈ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് അടുത്തത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എങ്ങനെയാണ് സ്പെല്ലിംഗ് ഓർത്ത് വെക്കുക.
സ്പെല്ലിംഗ് ഓർത്ത് വെക്കാൻ നമുക്ക് ചില ചുട്ടുവിദ്യകളുണ്ട്, അതും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.